ഒടുവിൽ ഹമാസ് അതിൻ്റെ ധാർഷ്ട്യം വെടിഞ്ഞ് മുട്ടുകാലിലിഴഞ്ഞ് വീണിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനോട് ഹമാസിൻ്റെ മുതിർന്ന നേതാവ്, ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസെം നെയിം ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ്, ഇസ്രയേലിനെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം, ട്രംപ് അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ ഈ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ ബാസെം നെയിം പറയുന്നത്. ഖത്തർ ഇടനില നിന്നാണ് ഈ സന്ദേശം ഇപ്പോൾ അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അടക്കം പുറത്താക്കാനുള്ള നീക്കം തുടങ്ങിയിരുന്നു. ഖത്തർ ഇനി മധ്യസ്ഥ ശ്രമത്തിന് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് വീണ്ടും സമാധാന ശ്രമങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. ഏതായാലും വലിയൊരു നീക്കമെന്ന് തന്നെ പറയേണ്ടി വരും. പലവട്ടം വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ഹമാസ് ഇപ്പോൾ ചർച്ചയ്ക്കായിട്ട് അമേരിക്കയെ പ്രഷർ ചെയ്യുന്ന ഒരു വലിയ വാർത്ത തന്നെയാണ്. എത്രയും പെട്ടെന്ന് ചർച്ചകൾ തുടങ്ങണം, തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, ആക്രമിക്കരുതെന്ന് ഇസ്രയേലിനോട് പറയണമെന്നാണ് ഇപ്പോൾ ഹമാസ് തന്നെ പറയുന്നത്. ഏതായാലും ഒരു നല്ല കാര്യമാണ്, അതിനെ വളരെ ചെറുതാക്കി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം യുദ്ധം ഒരിക്കലും എങ്ങും ആരെയും വിജയിപ്പിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞതിന് ഒരു ഹമാസിൻ്റെ ഒരു തകർച്ചയായിട്ടോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളതിനെ കാണുന്നില്ല. പകരം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ കാണുന്നു. യുദ്ധം അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.